നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയുന്നത് ഇന്നലെ ചെയ്ത ഒരു വീഡിയോൻ്റെ മറുപടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അടുക്കളയിൽ നാഴി കമത്തി വെക്കണം എന്ന്, നിവർത്തി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കമത്തി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, അത് നമ്മളെപ്പോഴും ഈറക്കൈ കൊണ്ടാണ് തൊടാൻ പോണത്. അപ്പോൾ ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ശുചിത്വത്തിന് വേണ്ടിയിട്ടും അതുമാതിരി തന്നെ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴോ പാറ്റോ അല്ലെങ്കിൽ പല്ലിയോ എന്തെങ്കിലും കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് അടുക്കളയിലെ നാഴിയാണ് കമത്തി വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജന്തുക്കളോ അല്ലെങ്കിൽ വേറെ ഒരു വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലെ നാഴി കമത്തി വയ്ക്കണം. അതുമാതിരി തന്നെ ഒരു തട്ടിലോ ഒരു പലകയിലോ കമത്തി വയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ പുറത്തുള്ള ഇടങ്ങാഴി, നാഴി, പറ, ഇത് നമ്മുടെ പൂജാ റൂമിലായാലും നമ്മുടെ അറയിലായാലും വേറെ എവിടെ വേണം വെക്കുകയാണെങ്കിലും നിവർത്തി തന്നെ വെക്കണം. അത് കമത്തി വെച്ചാൽ നമ്മുടെ ഐശ്വര്യം പോകുമെന്നാണ് പറയുക. അതുമാതിരി നമ്മൾ എന്ത് അരിയാണോ നെല്ലാണോ അളന്ന് ഏത് പാത്രം കൊണ്ടാണ് അളന്നിക്കണത്, ഇടങ്ങാഴിയോ പറയോ ഏതുകൊണ്ടാണ് അളന്നിക്കണത് വെച്ചാൽ ആ അളന്ന പാത്രത്തിലേക്ക് അളന്ന് കഴിഞ്ഞാൽ 2 മണി അതിലേക്ക് ഇടണം. അതാണ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. പിന്നെ രണ്ടാമത് വന്ന് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആൾക്ക് ഞാൻ നാഴി മുഴുവനെ നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിറച്ചെടുക്കേണ്ട, ഒരാൾ മാത്രമല്ല 2 ആളോട് വെച്ചാൽ നാഴി നിറച്ച് അരി വേണ്ട അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിറച്ചെടുത്ത ശേഷം ഒരു പിടിയരി, ഞാൻ പിടിയരി ഇടേണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നലക്ഷ്മിയുടെ പ്രസാദം ഉണ്ടാവുക അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് പിടിയരി ഇടുക. അപ്പം നിങ്ങൾ ഈ നാഴി നിറച്ചെടുത്ത അരിന്ന് ഒരു പിടി അരി എടുത്ത് പിടിയരിയിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് 1/2 ഗ്ലാസ് വേണ്ട വെച്ചാലും അതിൽ നിന്ന് 2 പിടി എടുത്ത് പിടിയരിയിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള അരി ചോറ് വയ്ക്കാം. അടുക്കളയിലാണ് നാഴി കവുത്തി വയ്ക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ നാഴി, അടങ്ങാഴിയും പറയൊക്കെ നിവർത്തി തന്നെ വെക്കണം.